നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭൂരിഭാഗം പേരും വണ്ടി ഓടിക്കുന്നവരാണ്. നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ നമ്മൾ കയറ്റത്തിൽ വണ്ടി നിർത്തുമ്പോഴാണ്, പ്രത്യേകിച്ച് ബ്ലോക്കുള്ള സമയങ്ങളിൽ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വണ്ടി കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ശകലം പോലും പുറകോട്ട് പോകാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി ഈസിയായിട്ട് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരു കയറ്റത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹാൻഡ് ബ്രേക്കിലായിരിക്കും വണ്ടി നിൽക്കുന്നത്. വണ്ടി ക്ലച്ച് ചവിട്ടി ഗിയർ അപ്ലൈ ചെയ്യുമ്പോൾ പതിയെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ എൻജിന് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ ഗിയറും എൻജിനുമായിട്ട് ഒരു സമ്പർക്കത്തിലേക്ക് വരുമ്പോഴാണ് ഇത് സൗണ്ടിന് വ്യത്യാസം വരുന്നത്. ഈ പോയിന്റിന് ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഈ സമയത്ത് കുറച്ചും കൂടെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്താൽ വണ്ടി മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതാണ്. വണ്ടി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ വണ്ടി മുന്നോട്ട് പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യമില്ല, ക്ലച്ചിൽ തന്നെ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വണ്ടി ബാക്കിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ പോകാതെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും പാർക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇടുന്നു, ഏതെങ്കിലും ഒരു ഗിയർ ഇടുന്നു, ഒട്ടും പുറകോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് നമ്മൾ പരിസരത്ത് എവിടെയെങ്കിലും കല്ലുണ്ടോ എന്ന് നോക്കുന്നു, കല്ലെടുത്ത് ടയറിൻ്റെ അടുത്ത് വെക്കുന്നു, പോകുന്നു. അതിന് പകരം നമുക്ക് വണ്ടി മുന്നോട്ട് പോകാനുള്ള ടെൻഡൻസി ഉള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ ഇടുക, ഹാൻഡ് ബ്രേക്ക് ഇടുക. അതുപോലെ മുന്നോട്ട് പോകാനുള്ള ടെൻഡൻസി ആണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് ഇടുന്നു. ഇങ്ങനെ ചെയ്താൽ വണ്ടി കുറച്ചുപോലും ഫ്രണ്ടിലോട്ട് പോകാതെ കറക്റ്റായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.